തല ഉയർത്തി വന്ന BSNL വീണ്ടും പഴയ പടിയിലേക്ക് താഴുകയാണോ? നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫുകൾ വർദ്ധിപ്പിച്ചതോടെ വീണ്ടും BSNL പഴയ നിലയിലേക്ക് താഴുകയാണ്. 4 മാസത്തെ മികച്ച പ്രകടനത്തിന് ശേഷം നവംബർ മാസത്തിൽ 3.4 ലക്ഷം ഉപഭോക്താക്കളെ BSNL നഷ്ടപ്പെടുത്തിയെന്നാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യവ്യാപകമായി 4G സേവനം എത്തിക്കുന്നതിൽ കാലതാമസം നേരിടുകയും സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതാണ് BSNLന് ഉപഭോക്താക്കളെ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. കോൾ ഡ്രോപ്പുകൾ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി പരാതികളാണ് BSNL ഉപഭോക്താക്കളിൽ നിന്നും നിരന്തരമായി ഉയർന്നുവരുന്നത്. ജൂലൈ മുതൽ ഒക്ടോബർ വരെ തുടർച്ചയായ 4 മാസം കൊണ്ട് 70 ലക്ഷത്തോളം പുതിയ ഉപഭോക്താക്കളെ ലഭിച്ച BSNLന് നവംബറോടെ ഉപഭോക്താക്കളെ നഷ്ടമായി തുടങ്ങി. BSNLന്റെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായപ്പോൾ കഴിഞ്ഞ നവംബറോടെ റിലയൻസ് ജിയോ വീണ്ടും വളർച്ച കൈവരിച്ച് കുതിക്കുകയാണ്. ജൂലൈയിൽ താരിഫ് വർധന നടപ്പിലാക്കിയതിനെ തുടർന്ന് 4 മാസക്കാലം ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ട ജിയോ നവംബർ മാസത്തിൽ വീണ്ടും വളർച്ച കൈവരിക്കുകയായിരുന്നു. 12 ലക്ഷം പുതിയ ഉപഭോക്താക്കളെ നേടിയ ജിയോ രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ സേവന ദാതാക്കളായി തുടരുകയാണ്. ഇവർക്ക് നിലവിൽ ആകെ 46 കോടി ഉപഭോക്താക്കളുണ്ട്. ഭാരതി എയർടെൽ 11 ലക്ഷവും വോഡഫോൺ ഐഡിയ 15 ലക്ഷവും ഉപഭോക്താക്കളെയാണ് ഈ കാലയളവിൽ നഷ്ടപ്പെടുത്തിയത്. എയർടെലിന് 38 കോടിയും VIക്ക് 20 കോടിയും ഉപഭോക്താക്കളാണ് രാജ്യത്താകെയുള്ളത്. BSNLന്റെ പിന്നോട്ടു പോക്കും ജിയോയുടെ മുന്നേറ്റവും രാജ്യത്തെ ടെലികോം മേഖലയിൽ എത്രത്തോളം മത്സരമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. 4G വ്യാപനം, സേവനങ്ങളുടെ ഗുണനിലവാരം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ BSNLന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണെന്ന് പറയേണ്ടി വരും.